ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈലിലൊരു മാങ്ങാക്കറി വെച്ച് നോക്കിയാലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പുളിയുള്ളൊരു മാങ്ങ ചെത്തി അരിഞ്ഞ് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം വെളിച്ചെണ്ണയും കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു നല്ല വലിയ സവോള നീളത്തിലരിഞ്ഞിട്ട് അതിനകത്ത് അല്പം ഉപ്പിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയുക. അത് പിഴിഞ്ഞ് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കേട് വരാതിരിക്കാനായിട്ട് അങ്ങനെ പിഴിഞ്ഞ് കളയുന്നത് നല്ലതാണ്. പച്ച സവോള ഇടുന്നേക്കാളും നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കറിക്ക് മുളക് പൊടി അധികം ഉപയോഗിക്കുന്നില്ല. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞിടുക, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മാത്രം നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക, കാരണം നേരത്തെ മാങ്ങയിട്ടേക്കുന്ന നേരം കൊണ്ട് ഇപ്പോൾ ഉപ്പ് കുറച്ചിടുക. പിന്നെ തലപ്പാലിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ തലപ്പാൽ ഒഴിച്ച് ബാക്കി 2ാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പ് വെച്ച് തിളച്ച് വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ല ഫിഷാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും മാങ്ങയൊക്കെ വെന്ത് വരും. അപ്പോഴത്തേനും നമ്മുടെ തലപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. അതിനകത്തേക്ക് ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് മുളകിട്ട്, വത്തൽമുളകിട്ട്, കറിവേപ്പിലയിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ടൊന്ന് വഴറ്റി കറിയിലേക്ക് ഇട്ട് താളിച്ചെടുക്കുക. കറി ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ. ബൈ ബൈ, താങ്ക് യു.